ദുർഗയ്ക്കും വാ തോരാതെ സംസാരിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. അതെല്ലാം കണ്ടും കേട്ടും തൊട്ടടുത്ത് തന്നെ അവനും ഉണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ ധ്രുവും ദുർഗയും ജിത്തുവും തിരികെ മടങ്ങുവാണെന്നും 1 മാസം കഴിഞ്ഞ് അമ്മയെ കൂട്ടിക്കൊണ്ടു പോകാമെന്നും തീരുമാനമെടുത്തു. വെളുപ്പിനെ തന്നെ ഇറങ്ങാനുള്ളത് കൊണ്ട് തന്നെ 3 പേരും രാത്രി നേരത്തെ പെട്ടെന്ന് കിടന്നു. അമ്മയെ കൂടി നമുക്ക് കൊണ്ടുപോകാമായിരുന്നു. എനിക്കെന്തോ ഉള്ളിലൊരു ഭയം. അവൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുമ്പോൾ അവൾ പറഞ്ഞു. അതിനു മറുപടിയായി അവളുടെ നെറുകയിലൊരു മുത്തം നൽകിക്കൊണ്ട് അവൻ പറഞ്ഞു, ഒന്നുകൊണ്ടും പേടിക്കേണ്ട. ഇനി അയാൾ എന്തേലും കുരുട്ടുബുദ്ധി കാണിച്ചാൽ തന്നെ അതിനെ എതിർക്കാൻ സകല കാര്യങ്ങളും ചെയ്തു തീർത്തിട്ടാണ് നമ്മുടെ യാത്ര. പിന്നെ അമ്മ, ഇത്രയും വർഷങ്ങൾ അമ്മ അനുഭവിച്ച വേദനകൾ വളരെ വലുതാണ്. അതിൽ നിന്നെല്ലാം ഒരു റിലീഫ് കിട്ടണമെങ്കിൽ അതിനുള്ള മാർഗം അമ്മ ജനിച്ചു വളർന്ന ഈ തറവാട് തന്നെയാണ്. പോരാത്തതിന് ഇവരൊക്കെ ഇല്ലേ? കുറച്ച് കഴിയുമ്പോൾ അമ്മ ഓക്കെ ആകും. അപ്പോൾ നമുക്ക് വന്ന് കൂട്ടിക്കൊണ്ട് പോകാമല്ലോ. പിന്നെ എന്നും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകുമല്ലോ അമ്മ. പറഞ്ഞു തീർന്നതും അവൻ്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീര് പൊടിഞ്ഞ് അവളുടെ നെറ്റിയിൽ വീണു. അത് അറിഞ്ഞെന്ന പോലെ ദച്ചു തലയുയർത്തി നോക്കി. അവൻ്റെ കണ്ണിൽ പൊടിഞ്ഞ കണ്ണുനീർ തുള്ളികളുടെ തിളക്കത്തിൽ നിന്ന് തന്നെ മനസ്സിലായി അവൻ എന്തോരം വിഷമങ്ങൾ ഉള്ളിൽ ഒതുക്കുന്നുണ്ടെന്ന്. ഉറങ്ങിക്കോ, നാളെ നേരത്തെ പോകാനുള്ളതല്ലേ. അവൻ പതിയെ അവളുടെ നെറുകയിൽ ചുണ്ടുകൾ അമർത്തി. അവളൊന്ന് കുറുകിക്കൊണ്ട് അവനോട് ചേർന്ന് കിടന്നിരുന്നു. ശരിയമ്മേ, എന്നാൽ ഞങ്ങൾ ഇറങ്ങുവാ. യാത്ര പറയുന്നില്ല. 1 മാസം കഴിയുമ്പോൾ ഞങ്ങൾ തിരിച്ചു വരും അമ്മയെ കൂട്ടിക്കൊണ്ടു പോകാൻ. ധ്രുവ് അമ്മയെ ഇറുക്കെ പുണർന്നു. അവർ അവനെ അടർത്തി മാറ്റി നെറുകയിൽ ചുംബിച്ചു. നിന്നെ പോലൊരു മകന് ജന്മം നൽകിയതാ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം, അവർ നിറഞ്ഞ കണ്ണുകളോടെ അവനോടായി പറഞ്ഞു. അമ്മയില്ലെങ്കിൽ ഈ ഞാനില്ല അമ്മേ. ഇനിയും നിന്നാൽ മനസ്സ് പിടിവിട്ടു പോകുമെന്ന് മനസ്സിലായതുകൊണ്ട് അവൻ തിരിഞ്ഞ് ജിത്തുവിനെ താങ്ങി വണ്ടിക്കടുത്തേക്ക് നടന്നു. ദച്ചുവും അമ്മയോട് യാത്ര പറഞ്ഞ് കാറിൽ കയറി. അവരുടെ കാറ് കണ്ണിൽ നിന്ന് മറയും വരെ ആ അമ്മ അവിടെ തന്നെ നിന്ന് കൈവീശി കാണിച്ചു. ഏകദേശം ഉച്ച കഴിഞ്ഞിരുന്നു അവർ വില്ലയിലെത്താൻ. ജിത്തു, 2 ദിവസം കഴിഞ്ഞിട്ട് പോകാടാ, ഇതൊക്കെ ഒന്ന് ശരിയായിട്ട്. ജിത്തുവിനെ നോക്കി ധ്രുവ് ചോദിച്ചതും ദച്ചുവും അവനെ ഉറ്റുനോക്കി. എൻ്റെ പൊന്നോ, നമ്മളില്ലേ സ്വർഗത്തിലെ കട്ടുറുമ്പാകാൻ. നമ്മൾ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തോളാവേ. ഒരാത്തിച്ചിരിയോടെ അവനത് പറഞ്ഞതും ദച്ചു പതിയെ കാറിൻ്റെ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി. ദച്ചുവിൻ്റെ കയ്യിൽ വില്ലയുടെ കീ കൊടുത്തുകൊണ്ട് ധ്രുവ് ഒരു ചിരിയോടെ കാറ് മുൻപോട്ടെടുത്തു. അതെ, ഞാൻ വീട്ടിൽ കയറില്ല, നിനക്കറിയാലോ, ഗൗരവത്തോടെ ധ്രുവ് പറഞ്ഞു. ഓം ബ്രാ. ജിത്തു ഒരു ചെറുചിരിയോടെ അവനായി മറുപടി പറഞ്ഞു. ദുർഗ പതിയെ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി. വരുന്ന വഴിക്ക് ഭക്ഷണം കഴിച്ചിട്ട് വന്നതുകൊണ്ട് വിശപ്പ് തോന്നിയില്ല. അവൾ നേരെ ബെഡ്റൂമിലേക്ക് പോയി. ഒന്ന് കുളിച്ച് ഫ്രഷായി ഇറങ്ങി. കണ്ണാടിക്ക് മുൻപിൽ നിന്ന് തല തുറത്തുമ്പോൾ തോളിലൊരു ചുടുനിശ്വാസം അടിച്ച് അവൾ പതിയെ കണ്ണാടിയിലേക്ക് നോക്കി. ഒപ്പം ഇടുപ്പിൽ മുറുകുന്ന കൈകളിൻ ചൂടിൽ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു ആ നേരം. എന്ത് സർ, ദുരുദ്ദേശം വല്ലതുണ്ടോ? ഒട്ടും പതറാതെയുള്ള ചോദ്യത്തിന് അവനൊന്ന് അമ്പരന്നു. തൻ്റെ മുൻപിൽ പൂച്ചക്കുട്ടിയെ പോലെ പേടിച്ചു നിന്ന പെണ്ണിൻ്റെ മുഖം ഓർമ്മ വന്നതും അവനൊന്ന് ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. എന്താണിത്ര ചിരിയും ആലോചനയും? ഒളി കണ്ണാലെ അവനെ നോക്കി ടേബിളിൻ്റെ പുറത്തുനിന്നും കൈനീട്ടി അവൾ കുങ്കുമച്ചപ്പെടുത്തുകൊണ്ട് ചോദിച്ചു. അല്ല, പൂച്ചക്കുട്ടി എങ്ങനെ പുലിക്കുട്ടി ആയെന്ന് ആലോചിക്കുമായിരുന്നു ഞാനിപ്പോൾ. എന്തേ? ഞാനേ മിസ്സസ് ധ്രുവദേവ് അല്ലേ, ദ ഗ്രേറ്റ് ബിസിനസ്മാൻ്റെ ഭാര്യ. അപ്പോൾ കുറച്ച് പവറൊക്കെ വേണ്ടേ? ഇടുപ്പിൽ മുറുകിയിരിക്കുന്ന അവൻ്റെ കൈകൾക്ക് മുകളിലായി തൻ്റെ കൈകൾ വെച്ച് ഗമയോടെ അവളത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ എന്തിനോ വേണ്ടി നിറഞ്ഞു. ഷോ, മോശം മോശം, എൻ്റെ കണ്ണേട്ടൻ കരയുന്നോ ഇന്ന് കാക്ക? പറഞ്ഞു തീരുന്നതിന് മുൻപ് അവൾ എരിവ് വലിച്ചു. ഇടുപ്പിൽ അവൻ നുള്ളിയെടുത്ത് ചുണ്ട് കൂർപ്പിച്ചുകൊണ്ട് അവളൊന്ന് അവനെ നോക്കി. എന്താ ഇത് കണ്ണേട്ടാ? ഷോ, നോക്ക്, ചുവന്നു. പതിയെ അവൻ്റെ കൈകൾ സാരിയുടെ വിടവിലൂടെ അവളുടെ നഗ്നമായ വയറിൽ കൂടി ഇഴഞ്ഞു നീങ്ങി. അവളുടെ കണ്ണുകൾ പതിയെ കൂമ്പിയടഞ്ഞു. മറുകൈ കൊണ്ടവൻ അവളുടെ കയ്യിലിരുന്ന സീമന്ത ചെപ്പിൽ നിന്നും ഒരു നുള്ളെടുത്ത് അവളുടെ നെറ്റിയിൽ ചാർത്തി. റൊമാൻസിക്കാതെ സാറ്, അങ്ങോട്ടൊന്ന് മാറിക്കേ. ഇപ്പോൾ തുടങ്ങിയാലേ രാത്രിയിലേക്ക് എന്തേലും കഴിക്കാൻ പറ്റൂ. അവളൊന്ന് കുതറിക്കൊണ്ട് അവനോടായി പറഞ്ഞു. എനിക്ക് ദാഹിക്കുന്നു ദച്ചു. ആണോ? മാറ്, ഞാൻ വല്ലതും കുടിക്കാനെടുക്കാം. അവൾ അവനെ മാറ്റാൻ ശ്രമിച്ചു. എനിക്ക് കുടിക്കാനല്ല വേണ്ടത്. പിന്നെ? കുറുമ്പോടെ തന്നെ നോക്കുന്ന അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. പെട്ടെന്ന് അവൻ അവളെ പിടിച്ചു തിരിച്ച് തന്നോട് ചേർത്തു നിർത്തി. പതിയെ അവളുടെ ചുണ്ടുകളിൽ തഴുകി. ദേ ഇത്. പ്രണയാർത്ഥമായി അവൻ പറഞ്ഞതും അവൻ്റെ കണ്ണുകളുടെ കാന്തിക ശക്തിയിൽ മയങ്ങിയ പോലെ തന്നിലേക്ക് ചേർന്ന് വരുന്ന അവൻ്റെ മുഖത്തെ ചുടുനിശ്വാസത്തെ തന്നിലേക്ക് ആവാഹിച്ചുകൊണ്ട് അവൾ പതിയെ മിഴികൾ അടച്ചു. പെട്ടെന്ന് ഫോൺ റിങ് ചെയ്തു.
മോഹിച്ചതെന്തോ നഷ്ടപ്പെട്ട പോലെ അവൻ അവളിൽ നിന്നും അടർന്നു മാറി. ബാൽക്കണിയിലേക്ക് ഫോണുമായി നടന്നു. നടന്നകലുന്ന അവനെ നോക്കി ഒരു നിശ്വാസമെടുത്ത് ഒരു ചിരിയോടെ അവൾ താഴേക്ക് ഇറങ്ങിപ്പോയി. പിറ്റേന്ന് തന്നെ പേര് കേട്ടൊരു ബിസിനസ് കോളേജിൽ ധ്രുവ് ദുർഗയെ കൊണ്ടുപോയി BBAക്ക് അഡ്മിഷൻ എടുത്തു. അവൾക്ക് ഡിഗ്രി എടുക്കാനായിരുന്നു താല്പര്യം. എന്നാൽ ബിസിനസ് പഠിച്ചു കഴിഞ്ഞാൽ അവനെ ഹെൽപ്പ് ചെയ്യാമല്ലോ എന്നോർത്ത് അവളും അവൻ്റെ തീരുമാനം ശരിവെച്ചു. ഒരാഴ്ച കഴിഞ്ഞ് ക്ലാസ് തുടങ്ങുമെന്ന് അറിഞ്ഞതുകൊണ്ട് ബുക്സ് എല്ലാം വാങ്ങി അവളെ തിരികെ വില്ലയിലാക്കി അവൻ ജിത്തുവിനെയും കൊണ്ട് ഓഫീസിലേക്ക് പോയി. കുറച്ചു ദിവസം ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയതുകൊണ്ട് കുറേയധികം ജോലി ഉണ്ടായിരുന്നു രണ്ടു പേർക്കും. അതുകൊണ്ട് തന്നെ ഓഫീസിൽ നിന്ന് ഇറങ്ങാനും ലേറ്റായി. ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ദുർഗ കോളേജിലും ധ്രുവ് ഓഫീസിലുമായി പകൽ മുഴുവൻ. വൈകിട്ട് വീട്ടിൽ വന്നാൽ ഫുഡ് കഴിക്കുന്ന സമയത്തെല്ലാം കോളേജിലെ കാര്യങ്ങൾ പറയാനേ ദുർഗയ്ക്ക് നേരം കാണൂ. വാ തോരാതെ അവൾ പറയുന്നതൊക്കെ കണ്ണിമ ചിമ്മാതെ അവൻ കേട്ടിരിക്കും. കൃത്യം 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ധ്രുവ് അമ്മയെ കൂട്ടിക്കൊണ്ടു വന്നു. പിന്നെ ദുർഗയ്ക്ക് അവനെ നോക്കാൻ പോലും സമയം ഉണ്ടായിരുന്നില്ല. എപ്പോഴും അമ്മയുടെ കൂടെ തന്നെ ഒട്ടിരിക്കും. പെണ്ണിനെ ഒറ്റയ്ക്കൊന്ന് കിട്ടണമെങ്കിൽ വരെ ഒളിച്ചിരിക്കേണ്ട ഗതിയായി. എന്നാലും അതെല്ലാം അവൾ ആസ്വദിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ദിവസം ദുർഗ കോളേജിൽ നിന്ന് വന്നപ്പോൾ അമ്മയെ അവിടെ എങ്ങും കാണാനില്ലാതെ വീട് മുഴുവൻ അന്വേഷിച്ചു തുടങ്ങിയിരുന്നു അവൾ. പുറത്ത് പതിവില്ലാതെ ധ്രുവിൻ്റെ കാറും കണ്ട് സംശയത്തോടെ അവൾ ഓരോ മുറികളും തുറന്നു നോക്കി. പെട്ടെന്ന് ഒരു മുറി തുറന്നപ്പോൾ എന്തോ പൊട്ടിത്തെറിക്കുന്ന ശബ്ദം കേട്ട് അവൾ ഇരു കണ്ണുകളും ഇറുക്കി അടച്ച് ചെവി രണ്ടും പൊത്തിപ്പിടിച്ചു. ഹാപ്പി ബർത്ത്ഡേ ടു യു മൈ ലവ്. ധ്രുവിൻ്റെ ശബ്ദം കേട്ട് അവൾ കണ്ണുകൾ തുറന്നു നോക്കുമ്പോഴുണ്ട് നിലത്ത് മുട്ടുകുത്തിയിരുന്ന് തനിക്ക് നേരെ ഒരു ഗിഫ്റ്റ് ബോക്സ് നീട്ടിപ്പിടിച്ച് സൈറ്റടിച്ച് കാണിക്കുന്ന ചെറുക്കൻ. അടുത്തായി അമ്മയും നിൽപ്പുണ്ട്. അവൾ പതിയെ അവൻ്റെ കയ്യിൽ നിന്നും ഗിഫ്റ്റ് വാങ്ങി. അവൻ എഴുന്നേറ്റ് അവളെ ഇറുക്കെ പുണർന്നു. എന്നിട്ട് അവളെ ചേർത്ത് പിടിച്ച് മുൻപോട്ട് നടന്നു. അപ്പോഴാണ് അവൾ ആ മുറി കാണുന്നത്. നല്ല രീതിയിൽ ബലൂൺ ഡെക്കറേഷൻ ചെയ്ത് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയ ഒത്ത നടുക്കായി ഒരു ടേബിളിൽ ഒരു വലിയ കേക്കും. അതിനടുത്ത് പല്ല് 32 കാണിച്ച് ചിരിച്ചുകൊണ്ട് ജിത്തുവും. ജിത്തുവിൻ്റെ അടുത്തായി പുഞ്ചിരിയോടെ ഒരു പെൺകുട്ടിയും. അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി. കണ്ണ് തള്ളേണ്ട, ഇത് അവൻ്റെ പെണ്ണാണ്, ജേർണലിസ്റ്റാണ്. ഇന്നലെ രാത്രി അവളെ പൊക്കി, ഇന്ന് രാവിലെ രജിസ്റ്റർ മാരേജും കഴിഞ്ഞു. എന്നോടൊന്നും പറഞ്ഞില്ല. ഒന്നും പറയാനുള്ള സാവകാശം കിട്ടിയില്ല. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അതല്ലേ നിനക്കൊരു സർപ്രൈസായി വരാൻ പറ്റിയത്. ഇതാ, ഇത് ഞങ്ങളുടെ വക. നീലിമ മറ്റൊരു ഗിഫ്റ്റ് ബോക്സ് അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തു. വാ, കേക്ക് കട്ട് ചെയ്യാം. നിറകണ്ണുകളോടെ അവൾ അവനെ നോക്കി. ആ നോട്ടം കണ്ട് അവൻ്റെ നെഞ്ചു വിങ്ങി. എന്താടാ, ഇതൊന്നും നിനക്ക് ഇഷ്ടമായില്ലേ? അതല്ല, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഇങ്ങനെയൊക്കെ. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് വീണു. അയ്യോ മോളെ, എന്താ ഇത്? നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെ കരയുവാണോ? അതല്ലമ്മേ, എനിക്ക് പോലും ശരിക്കും ഓർമ്മയില്ലായിരുന്നു ഈ ദിവസം. പെട്ടെന്ന് കണ്ടപ്പോൾ അതും പറഞ്ഞു പിന്നെയും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. ദച്ചു, ഡാ, ഈ ഗിഫ്റ്റ് ബോക്സ് ഒന്ന് തുറക്ക്, എന്നിട്ട് കേക്ക് കട്ട് ചെയ്യാം. അവൻ അവളെ ബലമായി അടർത്തി മാറ്റി. അവൾ ശ്രദ്ധാപൂർവം ബോക്സ് തുറന്നു. ഒരു ചെറിയ ജ്വല്ലറി ബോക്സ് ആയിരുന്നു അത്. അവൾ നിറകണ്ണുകളോടെ തന്നെ അത് തുറന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നവരത്ന കല്ല് പിടിപ്പിച്ച ഒരു ഡയമണ്ട് റിംഗ് ആയിരുന്നു അതിനുള്ളിൽ ഉണ്ടായിരുന്നത്. കണ്ടാലേ അറിയാം നല്ല കോസ്റ്റ്ലി ആണെന്ന്. അവൻ തന്നെ അത് അവളുടെ ആ കഴുകിൽ അണിയിച്ചു. എന്നിട്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോയി കേക്ക് കട്ട് ചെയ്യിപ്പിച്ചു. ഭക്ഷണമൊക്കെ പുറത്തുനിന്ന് വരുത്തിയിരുന്നു. ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് ജിത്തുവും നീലിമയും മടങ്ങിപ്പോയി. രാത്രി പതിവ് പോലെ അവൻ്റെ നെഞ്ചിൽ ഒട്ടിക്കിടക്കുകയായിരുന്നു അവൾ. ഇന്നെന്താ എൻ്റെ മോള് കോളേജിലെ വിശേഷമൊന്നും പറയാത്തത്? കുസൃതിയോടെ അവൻ ചോദിച്ചപ്പോൾ അവൾ മുഖമുയർത്തി നോക്കി. വിശേഷങ്ങളെല്ലാം ഇവിടെ അല്ലായിരുന്നോ? അത് പറയുമ്പോൾ അവളുടെ കണ്ണിലെ നീർത്തിളക്കം അവൻ കണ്ടു. സന്തോഷമായില്ലേ എൻ്റെ പെണ്ണിന്? ഒത്തിരി ഒത്തിരി സന്തോഷമായി. അപ്പോൾ പറ, ഇനി എന്താ പ്ലാൻ? ഇനി എന്താ, അടുത്ത മാസം എക്സാം സ്റ്റാർട്ട് ചെയ്യും. നന്നായിട്ട് പഠിക്കണം. പിന്നെ എന്നും ഇങ്ങനെ നെഞ്ചോട് ചേർന്ന് കിടക്കണം. ഓ, അതല്ലേ എൻ്റെ പെണ്ണെ? പിന്നെ? അവൾ സംശയഭാവത്തിൽ അവനോടായി ചോദിച്ചു. നമ്മളെ രാത്രി പട്ടിണി കിടത്താൻ തുടങ്ങിയിട്ട് വർഷം 1 ആകാറായി. എൻ്റെ കാര്യത്തിലും കൂടി എന്തെങ്കിലും തീരുമാനം എടുക്കുന്നേ. കുസൃതിയോടെ അവൻ പറഞ്ഞു. അയ്യോ പോന്ന്. അവൻ നാണത്തോടെ മുഖം താഴ്ത്തിയിരുന്നു. അമ്മ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാ ഒരു കുഞ്ഞുവാവനെ കൊടുക്കുന്നേന്ന്. അപ്പോൾ കണ്ണേട്ടൻ എന്തു പറഞ്ഞു? ഞാനെന്തു പറയാനാ, നമ്മളെ ഇവിടെ ഇങ്ങനെ പട്ടിണി ഇട്ടേക്കുവാന്ന് അമ്മയ്ക്ക് അറിയില്ലല്ലോ. വൃത്തികെട്ടവൻ. അവൾ അവൻ്റെ നെഞ്ചിൽ ഇടിച്ചുകൊണ്ട് അവനോടായി പറഞ്ഞു. പെട്ടെന്ന് അവളെ ബെഡിലേക്ക് കിടത്തിക്കൊണ്ട് അവൻ അവൾക്ക് മീതെ കൈകുത്തി നിന്നു. പറ, ഇനി എത്ര നാൾ കാത്തിരിക്കണം ഞാൻ? പ്രണയാർദ്രമായി അവൻ ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടാതെ ഉഴറുകയായിരുന്നു അവൾ. അത് പിന്നെ
എനിക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കാനുള്ള ധൈര്യമില്ലാതെ അവൾ കണ്ണുകൾ പല ഭാഗങ്ങളിലേക്കും ചലിപ്പിച്ചുകൊണ്ടിരുന്നു. ആ പറ പെണ്ണേ. എനിക്കറിയില്ല കണ്ണേട്ടാ, അവൾ 2 കൈകൾ കൊണ്ടും മുഖം പൊത്തി പറഞ്ഞു. അവൻ ആ കൈകൾ പിടിച്ചു മാറ്റി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. എൻ്റെ മുഖത്തേക്ക് നോക്ക് പെണ്ണേ. കണ്ണുകൾ അടച്ചു പിടിച്ചിരിക്കുന്ന അവളോടായി അവൻ പറഞ്ഞു. ഇല്ല. എവിടുന്ന്? പെണ്ണ് അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. അവൻ പതിയെ അവളുടെ കൺപോളകളിലേക്ക് മെല്ലെ ഊതി. അവൻ്റെ ചുടുനിശ്വാസം പതിഞ്ഞതും അവൾ ഞെട്ടി കണ്ണുകൾ തുറന്നു. അവൻ്റെ നോട്ടം താങ്ങാനാവാതെ അവൾ ഞെരിപിരി കൊണ്ടു. അവൻ്റെ കണ്ണുകൾ തൻ്റെ ചുണ്ടിലേക്കാണെന്നറിഞ്ഞതും അവളൊന്ന് പതറി. ദേ കണ്ണേട്ടാ, വേണ്ടാട്ടോ. വേണം. ഷോ, ഈ ചെറുക്കനൊരു നാണവുമില്ല. ഇല്ല, നാണം കുറച്ച് കുറവാ മോളെ. അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകൾ ലക്ഷ്യമാക്കി നീങ്ങിയിരുന്നു. അത് കണ്ടവൾ പിന്നെയും കണ്ണുകൾ ഇറുക്കെ അടച്ചു. കുറച്ചു നേരം കഴിഞ്ഞതും അവൻ്റെ അനക്കമൊന്നുമില്ലാതെ ആയതും അവൾ പതിയെ കണ്ണുകൾ തുറന്നു. അവളുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ ആസ്വദിച്ച് കിടക്കുകയായിരുന്നു അവനപ്പോൾ. പെട്ടെന്ന് അവൻ അവളിൽ നിന്നും അടർന്നു മാറി എണീറ്റു. അവളും കട്ടിലിൽ നിന്ന് എണീറ്റിരുന്നു. വാ എണീക്ക്, പെട്ടെന്ന് റെഡിയാവ്, ബാഗൊക്കെ പാക്ക് ചെയ്യ്, ഒരു 3 ദിവസത്തേക്കുള്ളത്. എന്തിന്? എങ്ങോട്ടാ ഈ പാതിരാത്രിക്ക്? വട്ടായോ? എണീക്ക് പെണ്ണേ. എങ്ങോട്ടാണെന്ന് അവിടെ ചെന്നിട്ടറിയാം. പെട്ടെന്ന് റെഡിയാവ്, ഞാനിപ്പോൾ വരാം. കട്ടിലിൽ ചടഞ്ഞുകൂടിയിരിക്കുന്ന അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് എണീപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. എന്നിട്ട് അവൻ ഫോണെടുത്ത് പുറത്തേക്ക് പോയി. അവൾ ക്ലോക്കിലേക്ക് നോക്കി. സമയം 11:45. ഈ പാതിരാത്രി ഇത് എങ്ങോട്ടാ? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ കൃഷ്ണ. എന്തായാലും പാക്ക് ചെയ്യാം. അവൾ അവൻ പോയ വഴിയെ നോക്കി ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാൻ നിന്നു. എല്ലാം പാക്ക് ചെയ്ത് വേഷം മാറി ഒരു റെഡ് കളർ കുർത്തിയും പലാസോ പാൻറ്റും ഇട്ട് ദുർഗ കട്ടിലേക്കിരുന്നു. ധ്രുവ് കയറി വന്നപ്പോൾ തകൃതിയിൽ എന്തോ ആലോചിക്കുന്ന തിരക്കിലായിരുന്നു ദുർഗ. അവൻ അവളെ അടിമുടി നോക്കി. എന്നിട്ട് കബോർഡ് തുറന്ന് ഒരു ജീൻസും ഷർട്ടും എടുത്ത് അവളുടെ അടുത്തേക്ക് ചെന്നു. അവൾക്ക് നേരെ അത് നീട്ടിയിരുന്നു. അവൾ ആ ഡ്രസ്സിലേക്കും അവൻ്റെ മുഖത്തേക്കും മാറി മാറി നോക്കി. ഇങ്ങനെ കണ്ണുരുട്ടി പേടിപ്പിക്കാതെ ഇത് വേഗം ഇട്ടിട്ട് വാടി പെണ്ണേ. എന്താ കണ്ണേട്ട ഇതൊക്കെ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അവൾ ഒരൽപ്പം കുറുമ്പോടെ അവനോടായി ചോദിച്ചു. ഞാൻ ഇന്നേ വരെ ഇങ്ങനെയുള്ള ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ല എന്ന് കണ്ണേട്ടൻ അറിയില്ലേ? അവളുടെ പരിഭവം പറച്ചിൽ കേട്ട് അവൻ പതിയെ ബെഡിൽ അവളുടെ അരികിൽ ഇരുന്ന് തോളിൽ കൂടി കൈയിട്ട് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അറിയാം പെണ്ണെ, പക്ഷേ ഇപ്പോൾ നമ്മുടെ ഈ യാത്രയ്ക്ക് ഈ ഡ്രസ്സാണ് സ്യൂട്ടബിൾ ആവുക. അവളുടെ കാതോരം അവൻ പറഞ്ഞു. നമ്മൾ എങ്ങോട്ടേക്ക് കണ്ണേട്ട പോകുന്നേ? അമ്മ ഇവിടെ തനിച്ചല്ലേ? അവൾ ഒരൽപ്പം സങ്കടത്തോട് ചോദിച്ചു. ജിത്തു രാവിലെ വരും. അമ്മയെ അവൻ തറവാട്ടിലാക്കിക്കോളും, അവൻ സമാധാനത്തോടെ പറഞ്ഞു. അതിനെന്താ, നമുക്ക് അമ്മയും കൂടി കൊണ്ടുപോയിക്കൂടെ? ഓ ഈ പെണ്ണ്. എടി, ഹണിമൂണ് പോകുമ്പോൾ ആരെങ്കിലും അമ്മയെ കൂടെ കൊണ്ടുപോകുമോ? അതും പറഞ്ഞ് ധ്രുവ് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. അവൾ കള്ള പരിഭവത്തോടെ അവൻ്റെ നെഞ്ചിനിട്ട് 2 ഇടിയും കൊടുത്ത് ദൂരേക്ക് മാറിയിരുന്നിരുന്നു. ഹണിമൂണോ? അതെടി, ഇനിയും എനിക്ക് കാത്തിരിക്കാൻ വയ്യ. അവൻ അവളെ എടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു. നമ്മളെങ്ങോട്ടാ കണ്ണേട്ടാ പോണേ? പെണ്ണിൻ്റെ കണ്ണുകൾ വിടർന്നിരുന്നു ആ നിമിഷം. സർപ്രൈസ്, അവൻ അവളുടെ കവളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. നീ ഈ ഡ്രസ്സ് മാറുന്നോ അതോ ഞാൻ മാറ്റിത്തരണോ? അവൻ അവളുടെ കാതോരം ചോദിച്ചു. അവൻ്റെ താടി രോമങ്ങൾ അവളുടെ ചെവിയിലൂടെ ഉരസിപ്പോയപ്പോൾ അവൾ ഞെട്ടിപ്പിടഞ്ഞ് അവൻ്റെ കയ്യിൽ നിന്നും ആ ഡ്രസ്സും മേടിച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് ഓടി. അവളുടെ ഓട്ടം കണ്ട് അവനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കബോർഡ് തുറന്നിരുന്നു. റെഡ് കളറിലൊരു ഷർട്ടും ബ്ലാക്ക് ജീൻസുമാണ് അവളുടെ വേഷം. കാതിൽ ഒരു ചെറിയ ഡയമണ്ട് സ്റ്റഡും കഴുത്തിൽ അവൻ ചാർത്തിയ താലിമാലയും നെറ്റിയിൽ അല്പം കടുപ്പിച്ച് തന്നെ സിന്ദൂരം ഇട്ടിരിക്കുന്നു. മുടി ലൂസായിട്ട് ഒരു സൈഡിൽ നിന്ന് ക്ലിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. അവൾ ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ട് അവൻ കണ്ണും തള്ളി അങ്ങനെ തന്നെ അവളെ നോക്കി നിന്നു. പിന്നെ തള്ളവിരൽ ഉയർത്തി സൂപ്പറെന്ന് കാണിച്ചു. അപ്പോഴാണ് അവൾ അവനെ ശ്രദ്ധിക്കുന്നത്. റെഡ് കളർ ഹൂഡിയാണ് ഇട്ടിരിക്കുന്നത്. എന്നത്തേക്കാളും അവൻ്റെ മുഖത്തെ തിളക്കം കൊണ്ട് അവൾ അവനെ തന്നെ ഉറ്റുനോക്കി. അതുകൊണ്ട് തന്നെ അവൻ തൊട്ടടുത്തെത്തിയിട്ടും പാവം ദുർഗ കൊച്ച് അറിഞ്ഞില്ല. അതെ, നീ ഒന്ന് മനസ്സ് വെച്ചാ നമുക്ക് ഹണിമൂൺ ഇവിടെ തന്നെ അങ്ങ് ആഘോഷിക്കാം. പ്രണയാർദ്രമായി പതിഞ്ഞ സ്വരത്തിൽ അവൻ പറയുന്നത് കേട്ടാണ് അവൾ സ്ഥലകാലബോധം തിരിച്ചു കിട്ടിയിരുന്നത്. അപ്പോഴേക്കും അവൾ അവൻ്റെ കരവലയത്തിന് ഉള്ളിലാക്കി കഴിഞ്ഞിരുന്നു. വീട് കണ്ണേട്ടാ, എന്തീ കാണിക്കുന്നേ? അവളൊന്ന് കുതറിക്കൊണ്ട് പറഞ്ഞു. ഒന്ന് അടങ്ങി നിൽക്കേണ്ട പെണ്ണെ, ഈ വേഷത്തിൽ ഞാൻ നിന്നെ ശരിക്കൊന്ന് കാണട്ടെന്നേ. കാണാനും വേണ്ടി ഒന്നുമില്ല, അങ്ങോട്ട് മാറിക്കേ. അവൾ അവൻ്റെ നെഞ്ചിൽ ഉന്താൻ തുടങ്ങി. പതിയെ അവൻ്റെ കൈവിരലുകൾ അവളുടെ ഇറക്കം കുറഞ്ഞ ടോപ്പിനുള്ളിലൂടെ നഗ്നമായ വയറിലമർന്നതും പിന്നെ അവിടെ നിന്നും പതിയെ പൊക്കിൾ ചുഴിയുടെ ആഴമളന്നതും അവൾ ഏങ്ങിക്കൊണ്ട് ഒന്ന് ഉയർന്നു പൊങ്ങി. എന്താ ഇപ്പോൾ എൻ്റെ പെണ്ണിന് ഉന്തുകയും തള്ളുകയും ഒന്നും വേണ്ടേ?
അവൾ ഇരു ചുമലുകളും കൂച്ചിക്കൊണ്ട് വേണ്ട എന്ന് മൂളി. ഇനിയും ഇങ്ങനെ നിന്ന സീൻ കോൺട്രയാകുമെന്നും യാത്ര മുടങ്ങുമെന്നും അറിയാവുന്നത് കൊണ്ട് അവൻ അവളിൽ നിന്നും അടർന്നു മാറി. അവൾ ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് പുറകിലേക്ക് നീങ്ങി ഒരു പുരികം പൊക്കി അവനെ നോക്കി. കുറുമ്പി മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൻ ബാഗ് കയ്യിലെടുത്ത് അവളെ നോക്കി കണ്ണുകൊണ്ട് വരാൻ ആംഗ്യം കാണിച്ചു. അവർ രണ്ടും കൂടി താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ സാരംഗി അവിടെ സെറ്റിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അമ്മേ, ഞങ്ങൾ പോയിട്ട് വരാം, ധ്രുവ് അമ്മയോടായി പറഞ്ഞുകൊണ്ട് പുറത്തേക്കായി ഇറങ്ങി. സൂക്ഷിച്ചു പോയിട്ട് വാ മക്കളെ, അവർ ദച്ചുവിന്റെ നെറുകയിൽ ഉമ്മ കൊടുത്തുകൊണ്ട് പറഞ്ഞു. അവൾ അവരെ ഉറക്കെ പുണർന്നുകൊണ്ട് ധ്രുവിന്റെ പിന്നാലെ പോയി. കാറിനടുത്തേക്ക് നടക്കാൻ ഒരുങ്ങിയതും അപ്പുറത്തു നിന്നും അവന്റെ വിളി വന്നിരുന്നു. ആ നിമിഷം അതെ, അങ്ങോട്ടല്ല ഇങ്ങോട്ട്. ബൈക്കിന്റെ മുകളിലിരുന്ന് ചിരിയോടെ വിളിക്കുന്ന അവനെ അവൾ അമ്പരപ്പോടെ നോക്കി. പറ കണ്ണേട്ടാ, ഇതിലാണോ പോകുന്നേ? എങ്ങോട്ടാ പോകുന്നെന്ന് പ്ലീസ് ഒന്ന് പറ. പറഞ്ഞില്ലേ സർപ്രൈസ് ആണെന്ന്. പൊന്നുമോള് കയറിയിരിക്കെ, ആ ബാഗ് തോളിൽ നോക്കിക്കോ. അവൾ പുറകിൽ കയറി അവനെ അള്ളി പിടിച്ചിരുന്നു. ആദ്യമായി ബൈക്കിൽ കയറുന്ന ടെൻഷനായിരുന്നു അവൾക്ക്. പെണ്ണെ, നീ എന്നെ മാന്തി പൊളിക്കോ യക്ഷി? അത് കേട്ട് അവൾ ചുണ്ടുകൂർപ്പിച്ച് അവനിട്ടൊരു കുത്തുകൊടുത്തു. ഒരു ചിരിയോടെ അവൻ ബൈക്ക് മുന്നോട്ടെടുത്തു. ബൈക്ക് കണ്ണിൽ നിന്നും മറയുന്നതുവരെ സാരംഗി അവരെ നോക്കി കൈവീശി കാണിച്ചു. കൊച്ചുകുട്ടിയെപ്പോലെ ദുർഗയും തിരികെ കൈവീശി കാണിച്ചു. പാതിരാത്രി ഈ ചെക്കൻ്റെ ഓരോ വട്ടുകളെ, എൻ്റെ കുട്ടികളെ കാത്തോളനെ കൃഷ്ണ. അതും പറഞ്ഞുകൊണ്ട് അവർ ഡോർ ലോക്ക് ചെയ്ത് റൂമിലേക്ക് പോയി. ഒത്തിരി നേരത്തെ യാത്രയ്ക്ക് ശേഷം പുലർച്ചെയോടെ അവർ മൂന്നാറിലെത്തി. ദുർഗ അവൻ്റെ ഒപ്പമുള്ള ആ യാത്ര ഒത്തിരി ആസ്വദിച്ചു. വളരെ മനോഹരമായ ഒരു ഇൻഡിപെൻഡന്റ് ട്രീ ഹൗസാണ് അവൻ അവർക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരുന്നത്. പൈൻ മരത്തോട്ടങ്ങൾക്ക് നടുവിലായി മുഴുവനായും തടി കൊണ്ട് നിർമ്മിച്ച ഒരു ഒതുങ്ങിയ എന്നാൽ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ട്രീ ഹൗസ് ആയിരുന്നു. നേരം പുലർന്ന് വരുന്നതേ ഉള്ളായിരുന്നത് കൊണ്ട് മഞ്ഞിൽ മൂടി പ്രകാശം പൂരിതയായി നിൽക്കുന്ന ട്രീ ഹൗസിനെ അവൾ അത്ഭുതത്തോടെ നോക്കി നിന്നു. അത് മനസ്സിലാക്കി എന്നോണം ധ്രുവ് അവളെ ഇടുപ്പിൽ പിടിച്ച് തന്നോട് ചേർത്ത് നിർത്തി. ഇഷ്ടായോ എൻ്റെ പെണ്ണിന്? അവൻ അവളുടെ കാതോരം ചോദിച്ചപ്പോൾ അവൻ്റെ നിശ്വാസമടിച്ച് അവളൊന്ന് ഇക്കിളി പൂണ്ടു. ഒത്തിരി ഇഷ്ടമായി. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൾ പറഞ്ഞു. അപ്പോഴേക്കും കീയായി ട്രീ ഹൗസ് കീപ്പർ വന്ന് അവൻ്റെ കയ്യിൽ കൊടുത്തു. അവൻ താങ്ക്സ് പറഞ്ഞ് വാലറ്റിൽ നിന്നും കുറച്ച് ക്യാഷ് എടുത്ത് അയാൾക്ക് കൊടുത്തു. അയാൾ നന്ദി പറഞ്ഞ് അവിടെ നിന്നും പോയിരുന്നു. അവർ മുകളിലേക്ക് പതിയെ കയറി. മുകളിൽ നിന്നും നോക്കുമ്പോൾ മഞ്ഞു പുതച്ച മലനിരകളെ അവൾ കൊതിയോടെ നോക്കി നിന്നു. അതെ, നേരം പുലർന്നിട്ട് കാണാമെല്ലാം. ഇപ്പോൾ വന്ന് കിടക്കാൻ നോക്ക്, ധ്രുവ് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഉള്ളിലേക്ക് കയറി അവളുടെ കണ്ണ് തള്ളി. വെൽ ഡെക്കറേറ്റ് ആയിട്ടുള്ള ബെഡ്റൂം. ഇതൊക്കെ കണ്ണേറ്റൻ വിളിച്ചു പറഞ്ഞിട്ട് ചെയ്തതാണോ? അല്ല പെണ്ണെ, ഇതൊക്കെ അവരുടെ കോംപ്ലിമെന്റ്സ് ആണ്. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട് കണ്ണേട്ടാ. എന്നാ പോയി ഫ്രഷ് ആയിട്ട് വാ, കിടക്കാം. അവൾ ബാത്റൂമിൽ നിന്ന് ഫ്രഷായി ഇറങ്ങുമ്പോൾ കണ്ടത് ധ്രുവ് ബെഡിൽ കിടക്കുന്നതാണ്. അവൾ പതിയെ അവൻ്റെ അടുത്തേക്ക് ചേർന്ന് കിടന്നു. ഞാനെന്ത് സന്തോഷവതിയാണെന്ന് അറിയുമോ കണ്ണേട്ടാ? എനിക്ക് മനസ്സിലായിടാ. നിന്റെ ഓരോ മുഖഭാവങ്ങളും എനിക്കറിയാം പെണ്ണെ. അപ്പോൾ ഇനി എങ്ങനെ കാര്യങ്ങൾ? ധ്രുവ് അവളെ ഇറുക്കെ പുണർന്നോട് ചോദിച്ചു. എന്ത്? അവളൊരു പിടപ്പോടെ അവനെ നോക്കി. അവൻ്റെ നോട്ടം തൻ്റെ ചുണ്ടുകളിലേക്കാണെന്നറിഞ്ഞതും അവളുടെ ചുടിക നാണത്താൽ ചുവന്നു. ഇങ്ങോട്ട് വാടി പെണ്ണെ. അതും പറഞ്ഞവൻ ഒരൊറ്റ മറിയലിന് അവളുടെ മുകളിലായി. അവൾ കണ്ണുകൾ മുറുക്കെ അടച്ചു. എന്താ പെണ്ണെ, പേടിയാണോ? അവളുടെ മൂക്കിൻ തൻ്റെ മൂക്കുരസിക്കൊണ്ട് അവൻ അവളോടായി ചോദിച്ചു. അവളില്ല എന്ന രീതിയിൽ മൂളി. സ്വന്തമാക്കിക്കോട്ടെ പെണ്ണെ, നിന്റെ എല്ലാം എൻ്റേതാക്കിക്കോട്ടെ. അവളുടെ മൗനം സമ്മതമാക്കി എടുത്തുകൊണ്ട് പുറത്ത് പെയ്യുന്ന മഞ്ഞക്കണങ്ങളെ സാക്ഷിയാക്കി അവൾക്കൊരു നോവ് സമ്മാനിച്ചുകൊണ്ട് അവളിലേക്ക് അവൻ പെയ്തിറങ്ങി. ഒരു കിതപ്പോടെ അവളുടെ മിഴികളിൽ നിന്നൊഴുകുന്ന മിഴിനീർ തുള്ളികളെ നാവാൽ തുടച്ചു മാറ്റി അവളുടെ മാറിൽ മുഖം പൂഴ്ത്തുമ്പോൾ അവൾ അവനെ ഇറുക്കെ പുണർന്നു. ആരെയും മയക്കുന്ന ആലസ്യത്തിൽ വിരിഞ്ഞൊരു ചിരി അവളുടെ ചൊടികളിൽ അപ്പോഴും തങ്ങി നിന്നിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ദ റാങ്ക് ഹോൾഡർ ഓഫ് ദിസ് ഇയർ ഫ്രം ദിസ് കോളേജ് ഗോസ് ടു മിസ്സസ് ദുർഗ ധ്രുവദേവ്. പ്ലീസ് കമോൺസ് ടു ദ സ്റ്റേജ് ടു ടേക്ക് ദിസ് അപ്രീസിയേഷൻ. സ്റ്റേജിൽ നിന്ന് 2 വാക്ക് സംസാരിക്കുമ്പോഴും അംഗീകാരം സ്വീകരിക്കുമ്പോഴും അവളുടെ കണ്ണുകൾ തിരഞ്ഞത് ഏറ്റവും മുൻപിലായി തന്നെ നോക്കിയിരിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ടവനിലായിരുന്നു. എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നി അവൾക്ക്. തൊട്ടടുത്ത് സാരംഗിയുടെ കയ്യിലിരുന്ന് കുഞ്ഞരിപ്പല്ല് കാട്ടി തന്നെ നോക്കി ചിരിക്കുന്ന തൻ്റെ പൊന്നോമനയുടെ മുഖം കണ്ടപ്പോൾ എന്തെന്നില്ലാത്തൊരു അനുഭൂതി തന്നെ വന്നു മൂടുന്നത് അവൾ അറിഞ്ഞു. ദച്ചു, എന്താ പെണ്ണെ ഒന്നും മിണ്ടാത്തേ? തൻ്റെ നെഞ്ചിൽ തല ചായ്ച്ച് വിരൽ കൊണ്ട് നെഞ്ചിൽ കളം വരച്ചിരിക്കുന്ന അവളെ അവൻ താടിയിൽ പിടിച്ചുയർത്തി. അവളുടെ നിറഞ്ഞ കണ്ണുകൾ കാണെ അവന് എന്തെന്നില്ലാത്ത വിഷമം തോന്നി. ഒത്തിരി നന്ദിയുണ്ട് കണ്ണേട്ട. ആരോരുമില്ലാതിരുന്ന എന്നെ കൂടെ കൂട്ടി ഇങ്ങനെയൊക്കെ
എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്തത്ര നല്ലൊരു ജീവിതം തന്നില്ലേ, കൂടെ ഒരു കുഞ്ഞു ജീവനെയും. സെൻറ്റി അടിക്കാതെ കിടന്നുറങ്ങാൻ നോക്ക് പെണ്ണെ. നാളെ എനിക്ക് കൂട്ടായി കമ്പനിയിൽ ജോയിൻ ചെയ്യാനുള്ളതാണ്. മിസ്സസ് റാങ്ക് ഹോൾഡർക്ക് കിടന്നോ. അവളുടെ നെറ്റിയിലൊന്ന് അമർത്തിമുത്തി അവനത് പറയുമ്പോൾ തന്നോട് ചേർന്ന് മറുഭാഗത്ത് കിടന്നുറങ്ങുന്ന തൻ്റെ പൊന്നുമോളുടെ നെറ്റിയിൽ അവളും നൽകി ഒരു സ്നേഹചുംബനം. അതറിഞ്ഞെന്നോണം അവളെ തൻ്റെ കൈക്കുഴയിൽ കിടത്തി തൻ്റെ പൊന്നോമനയെ അവൻ നെഞ്ചിലായി കിടത്തി. അവർ ജീവിച്ചോട്ടെ, ആരുടെയും ശല്യമില്ലാതെ സമാധാനത്തോടെ.